ഈ പച്ചക്കായന്റെ തോട് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിലിട്ട് കൊടുക്കാം. അപ്പൊ ശർക്കര ലയിപ്പിച്ച പാനി നമ്മൾ ഇതിൽ ആഡ് ചെയ്യണ എന്തിനാന്ന് വെച്ചാൽ ഇതിന്റെ ഫെർമെന്റേഷന് വേണ്ടിയിട്ടും അതേപോലെ ഇത് പുളിച്ചിട്ട് വളമായി മാറാൻ വേണ്ടിയിട്ടുമാണ്. അപ്പൊ ഇത് നമുക്ക് ചെടികളെ വളർച്ചയ്ക്ക് അനുസരിച്ചിട്ട് നമുക്ക് ആഴ്ചയിൽ ഒരു വട്ടം എന്നുള്ള രൂപത്തിലൊക്കെ നമുക്ക് ഇത് ചെടികളെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റും. ഹായ്, നമസ്കാരം. ഫാസിലാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയാലോ, പഴത്തൊലിയിൽ ധാരാളം ഫോസ്ഫറസ്, പൊട്ടാഷ്യം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പഴത്തൊലി വെച്ചിട്ട് പല രീതിയിൽ നമ്മൾ വളങ്ങൾ ഉണ്ടാക്കും ചെടികൾക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് പഴത്തൊലി വെച്ചിട്ട് ഒരു നല്ല ഫെർട്ടിലൈസർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ പച്ചക്കായൻ്റെ തോട് വെച്ചിട്ടും നമുക്ക് ഫോസ്ഫറസ്, പൊട്ടാഷ്യം അതുപോലെ കാൽസ്യം അടങ്ങിയിട്ടുള്ള നല്ലൊരു വളം വീട്ടിൽ ഈസി ആയിട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഈ വളം എങ്ങനെ വീട്ടിൽ റെഡിയാക്കുക എന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഈ പച്ചക്കായന്റെ തോട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പൊ കായവറുത്ത ഉണ്ടാക്കുന്ന ഒരുപാട് കടകൾ, ബേക്കറികൾ ഉണ്ടാവും. അപ്പൊ അവിടെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 രൂപയ്ക്ക് കൊടുത്തപ്പോ കോഴിക്കോടൊക്കെ ആണെന്നുണ്ടെങ്കിൽ വറുത്ത കായ് എന്നാണ് കേട്ടോ പറയാ. അപ്പോൾ ബേക്കറിലൊക്കെ ചോദിച്ചാൽ 2 രൂപ കൊടുത്താൽ ഇതുപോലത്തെ ഒരു കൊല തന്നെ നമുക്ക് കിട്ടും. ചിലവര് പൈസ വാങ്ങുമില്ല കേട്ടോ. ഇനിയിപ്പോ നമ്മൾ വീട്ടിൽ തന്നെ നമ്മളിപ്പോ വിഷുവൊക്കെ അല്ലേ വരുന്നത്, അപ്പൊ വീട്ടിൽ തന്നെ വറുത്ത കായ്, വറുത്തുപ്പേരി ഒക്കെ ഉണ്ടാക്കും. അപ്പൊ അതുപോലെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തോടുകൾ കിട്ടുന്നതാണ് കേട്ടോ. അപ്പൊ ഈ പഴത്തൊലിയിലുള്ള പോലെ തന്നെ ഈ പച്ചക്കായ തോടിലും ധാരാളമായിട്ട് പൊട്ടാസ്യം, അതുപോലെ തന്നെ ഫോസ്ഫറസ്, കാൽസ്യം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെടികൾ നട്ട് കഴിഞ്ഞാൽ അതിന്റെ 2ാം ഘട്ട വളർച്ചയിൽ നമ്മൾ കൂടുതലായിട്ട് കൊടുക്കേണ്ടത് ഫോസ്ഫറസ് അതേപോലെ തന്നെ പൊട്ടാസ്യം കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള വളങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ നമ്മൾ ജൈവ രൂപത്തിൽ അങ്ങനെ കൊടുക്കേണ്ട ഒരു ടൈമിൽ നമുക്ക് ഫോസ്ഫറസ് അല്ലെ പൊട്ടാസ്യം കൂടുതലായിട്ട് അടങ്ങിയ വളങ്ങൾ നമ്മൾ ചെടികൾക്ക് കൊടുക്കും. പെട്ടെന്ന് ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റൂല എന്നുള്ളത്. അപ്പൊ ഇതുപോലെ സ്ലറി ആക്കിയിട്ട് നമ്മൾ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ചെടികൾക്ക് അത് പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടും പറ്റുന്നതാണ്. അപ്പൊ നമ്മുടെ വീട്ടിൽ ഏത് തരം കൃഷിയാണെങ്കിലും, ഇപ്പൊ പച്ചക്കറി കൃഷിയാണെങ്കിലും ഫ്രൂട്ട്സ് പ്ലാന്റ് കൃഷിയാണെങ്കിലും, നമ്മൾ വിത്ത് മുളപ്പിച്ചത് മുതൽ ആദ്യഘട്ടത്തിൽ നമ്മൾ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം അടങ്ങിയിട്ട് വളങ്ങൾ ഈക്വൽ ആയിട്ടാണ് നമ്മൾ കൊടുക്കുക. അപ്പൊ അതിന്റെ 2ാം ഘട്ടം എത്തുന്ന ടൈമിലാണ് നമ്മൾ ഫോസ്ഫറസ്, പൊട്ടാഷ്യം അടങ്ങിയ വളങ്ങൾ നമ്മൾ കൂടുതലായിട്ട് കൊടുക്കുക. അപ്പൊ എല്ലാതരം പ്ലാന്റിനും ഈ ഒരു വളം നമുക്ക് റെഡിയാക്കിയിട്ട് നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പൊ ഈ ഒരു വളം നമ്മൾ എങ്ങനെയാണ് റെഡിയാക്കുക എന്നുള്ളത് നോക്കാം. അപ്പൊ ഈ ഒരു വളം റെഡിയാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് പച്ചക്കായന്റെ തോടാണ്. അപ്പൊ അത് നമുക്ക് എത്ര കൃഷി ഉണ്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് എടുക്കട്ടോ. അപ്പൊ കുറച്ച് കൃഷി ഉള്ളുന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചക്കായന്റെ തോട് എടുത്താൽ മതി. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു 200 ഗ്രാം ശർക്കര കുറച്ച് വെള്ളത്തിൽ ലയിപ്പിച്ച് വെച്ചതാണ് കേട്ടോ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് ഇതേപോലെ അടപ്പുള്ള ഒരു ബക്കറ്റാണ്. ഇത്ര വലിയ ബക്കറ്റ് തന്നെ എടുക്കണം എന്നില്ല കേട്ടോ. അപ്പൊ അടപ്പുള്ള ബക്കറ്റിന്റെ ചെറുതില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ വലിയ ബക്കറ്റ് എടുത്തത്. അപ്പൊ എത്രയാണോ വളം ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചുള്ള ചെറിയ ബക്കറ്റ് ആണെങ്കിൽ അത് എടുത്താലും മതി കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഈ പച്ചക്കായന്റെ തോട് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിലിട്ട് കൊടുക്കാം. അപ്പൊ ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് കൊടുക്കണതാണ് നല്ലത് കേട്ടോ. അപ്പോഴാണ് അത് പെട്ടെന്ന് വളമായിട്ട് മാറുള്ളൂ കേട്ടോ. പിന്നെ ഈ പച്ചക്കായന്റെ തോട് നമുക്ക് ഉപ്പേരി അയച്ചാല് നമ്മളെ നാട്ടിൽ ഉപ്പേരി എന്ന് പറയും, മേക്ക് വരട്ടി ആയിട്ടൊക്കെ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പൊ മേക്ക് വരട്ടി ഉണ്ടാക്കി ചോറിന്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഈ ഷുഗർ പേഷ്യന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ മേക്ക് വരട്ടിയാക്കി കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഇതില് പച്ചക്കായന്റെ തോടിന്റെ കൂടെ തന്നെ നമുക്ക് എല്ലാതരം പഴത്തിന്റെ തൊലിയും ഇതിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പൊ പഴത്തൊലി എന്ന് പറയുമ്പോൾ നേന്ത്രക്കായന്റെ എല്ലാതരം പഴത്തിന്റെ തൊലിയും നമുക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമ്മളെ വാഴ വെട്ടിയാലുള്ള ഉള്ളിലുണ്ടാവുന്ന ഉണ്ണിക്കാമ്പുണ്ടല്ലോ, അപ്പൊ ഉണ്ണിക്കാമ്പുണ്ടെങ്കിലും ഇതുപോലെ അരിഞ്ഞിട്ട് ഇതിലേക്ക് വളമാക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ നമ്മളിത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ വലിയ പാത്രത്തിലേക്ക് കുറച്ചേ ഉള്ളൂ കേട്ടോ. അപ്പോ ഇതിലേക്ക് ഇനി നമ്മൾ ഇത് മൂടുന്ന രൂപത്തിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇതൊരു മൂടുന്ന രൂപത്തിൽ മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ നമ്മൾ ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നേരത്തെ 200 ഗ്രാം ശർക്കര കുറച്ച് വെള്ളത്തിൽ ലയിപ്പിച്ച് വെച്ചതാണ്. അപ്പൊ ഇതിന്റെ ഈ ഒരു അളവിനുള്ളതാണ് ഞാൻ 200 ഗ്രാം എന്ന് പറഞ്ഞത്. അപ്പൊ ഇനി കൂടുതലായിട്ട് വളം ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അപ്പൊ അതിന്റെ കൂടുതലായിട്ടുള്ള ശർക്കര എടുത്താൽ മതി കേട്ടോ. അപ്പൊ ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ശർക്കര ലയിപ്പിച്ച പാനി നമ്മൾ ഇതിൽ ആഡ് ചെയ്യണ എന്തിനാന്ന് വെച്ചാൽ ഇതിന്റെ ഫെർമെന്റേഷന് വേണ്ടിയിട്ടും അതേപോലെ ഇത് പുളിച്ചിട്ട് വളമായി മാറാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ശർക്കര ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. പോരാത്തതിന് ശർക്കരയിൽ കൂടുതലായിട്ട് അയേൺ, അതേപോലെ തന്നെ കോപ്പർ, മിനറൽസ്, പ്രോട്ടീൻസ് ഒക്കെ ധാരാളമായിട്ട് ഇതിൽ ശർക്കരയിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പോ ഞാൻ ശർക്കര പാനി ഒഴിച്ചത് കൊണ്ടാണ് ജസ്റ്റ് ഒന്ന് ഇളക്കിയത്. അതിനുശേഷം നമ്മൾ എയർ ടൈറ്റ് ആയിട്ടാണ് നമ്മൾ മൂടി വെക്കേണ്ടത്. അപ്പൊ ഇതുപോലത്തെ മൂടിയുള്ള ബക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് എടുക്കുന്നതാണ് നല്ലത്. ഇനിയിപ്പോ മൂടി ഇല്ലാത്ത ബക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് കവർ ഉണ്ടല്ലോ,
പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് കയറുകൊണ്ട് നല്ല എയർ ടൈറ്റ് ആയിട്ട് നമ്മൾ കെട്ടി വെച്ചാൽ മതി. എന്നിട്ട് ഇതൊരു 10 ദിവസം നമ്മളൊരു തണലുള്ള ഭാഗത്തേക്കാണ് നമ്മളിത് മാറ്റി വെക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ വീടിൻ്റെ ഉള്ളിൽ തന്നെ വെക്കണം എന്നില്ല, വെയിൽ കൂടുതലായിട്ട് അടിക്കാത്തൊരു ഭാഗമാണെന്നുണ്ടെങ്കിൽ അവിടേക്ക് മാറ്റി വെച്ചാൽ മതി. മറ്റ് സ്ലറികൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ വെക്കുന്ന അതേ രൂപത്തിൽ തന്നെയാണ് കേട്ടോ. പക്ഷെ ഇത് ഡെയിലി ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ 10 ദിവസം ഉപയോഗിക്കാനുള്ള ഒരു സമയത്ത് മാത്രം ഇത് എടുത്താൽ മതി കേട്ടോ. അപ്പൊ ഇനി നമ്മളിത് 10 ദിവസം കഴിഞ്ഞതിന് ശേഷം ഇത് ചെടികൾക്ക് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ, ഇത് നമ്മൾ 10 ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മളിത് തരിച്ചെടുക്കുക. അപ്പൊ ഒരു തരിപ്പ വെച്ചിട്ട് നമുക്കിത് തരിച്ചെടുക്കാം. തരിച്ചെടുത്തതിന് ശേഷം ഇതിൽ എത്ര ആണോ നമ്മൾ ചെടികൾക്ക് കൊടുക്കുന്നത്, ഇപ്പോൾ ഒരു ഗ്ലാസ് ആണ് നമ്മൾ ഒരു 200 ml ആണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ട്, അതിലേക്ക് 3 ഇരട്ടി വെള്ളം മിക്സ് ചെയ്തിട്ടാണ് നമ്മളിത് ചെടികളെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പൊ ഇത് നമുക്ക് ചെടികളെ വളർച്ചയ്ക്ക് അനുസരിച്ചിട്ട് നമുക്ക് ആഴ്ചയിൽ ഒരു വട്ടം എന്നുള്ള രൂപത്തിലൊക്കെ നമുക്കിത് ചെടികളെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റും. ഇനി ഇത് വേറൊരു രൂപത്തിൽ നമുക്ക് ഒരു മാസം വരെ നമ്മൾ സൂക്ഷിച്ചു വെച്ച് ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു രൂപം എന്ന് പറഞ്ഞാൽ, ഇത് നമ്മൾ തരിച്ചെടുക്കുമല്ലോ, തരിച്ചെടുത്തതിന് ശേഷം നമ്മൾ വെള്ളമാവാത്ത ഒരു ബോട്ടിലേക്ക് ഇതേപോലെ തന്നെ എയർ ടൈറ്റ് ആയിട്ട് മൂടാൻ പറ്റിയ ഒരു ബോട്ടിലേക്ക് ആ തരിച്ചെടുത്തത് നമ്മൾ മാറ്റി വെക്കുക. എന്നിട്ട് അതിന് ശേഷം അതേപോലെ തന്നെ എയർ ടൈറ്റ് ആയിട്ട് നമ്മൾ മൂടി വെച്ചിട്ട് ഒരു മാസം വരെ നമുക്ക് കാലാവധിയിൽ നമുക്ക് വെച്ചും കൊണ്ട് തന്നെ നമ്മൾ ചെടികൾക്ക് അത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ വെച്ചിട്ട് നമ്മൾ കൊടുക്കുമ്പോഴും നമ്മൾ 3 ഇരട്ടി വെള്ളം തന്നെയാണ് മിക്സ് ചെയ്തിട്ട് ചെടികൾക്ക് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പൊ ഇതുപോലത്തെ വളങ്ങൾ ഉണ്ടാക്കി ചെടികളെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ പലരുടെയും സംശയമാണ്, നമ്മളിപ്പോ ചെടി വൈകുന്നേരം നനയ്ക്കല്ലോ, അപ്പൊ നനയ്ക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു മാവൊക്കെ എന്നുണ്ടെങ്കിൽ നനയ്ക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു 5 ലിറ്റർ വെള്ളം വേണ്ടി വരും. അപ്പൊ ഈ 5 ലിറ്റർ ഈ വളം തന്നെ ഒഴിച്ചു കൊടുക്കണമെന്നുള്ളൊരു ചിന്താഗതി ചിലർക്കുണ്ട്. അപ്പൊ അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നനയ്ക്കുന്നത് വേറെ രൂപത്തിൽ തന്നെയാണ്. നമ്മൾ ഈ വളം കൊടുക്കുമ്പോൾ അത്രക്കൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഒരു പച്ചക്കറി ചെടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 100 ml 150 ml രൂപത്തിലൊക്കെ നമ്മൾ കൊടുത്താൽ മതി. ഫ്രൂട്ട്സ് പ്ലാന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 200-250 ml എന്നുള്ള രൂപത്തിൽ നമ്മൾ കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ ചെടികളെ ആരോഗ്യത്തോടുള്ള വളർച്ചയ്ക്ക് അതേപോലെ നല്ല രീതിയിൽ പൂക്കാനും കായ്ഫലം കിട്ടാനൊക്കെ ഫോസ്ഫറസ് പൊട്ടാഷ് അടങ്ങിയിട്ടുള്ള ജൈവ രൂപത്തിലുള്ള വളങ്ങൾ ഇതുപോലെ വീട്ടിൽ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക്